നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി മുഖ്യമന്ത്രി പദം ഒഴിയും. ഒപ്പം നിന്നവരെല്ലാം കാലുവാരി തുടങ്ങി. എ ബാലനോ എ ബേബിയോ മുഖ്യമന്ത്രിയാകും. കേരളം കണ്ട ഏറ്റവും കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ. യാതൊരു കൂസലുമില്ലാതെ ആരെയും നേരിടാൻ കഴിയുന്ന ചങ്കൂറ്റമായിരുന്നു പിണറായി വിജയൻ്റേത്. തലയെടുപ്പിനുള്ള കാരണം എന്നത് 13 വർഷത്തിലധികം കേരളത്തിലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം, പിന്നീട് മുഖ്യമന്ത്രി, ശേഷം തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം ലഭിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിന്റെ മഹത്വം പിണറായി വിജയനെ വലിയ ഉയരങ്ങളിൽ എത്തിച്ചു. എന്നാൽ രണ്ടാം സർക്കാരിന്റെ രൂപീകരണ ശേഷം കൈവച്ചതെല്ലാം തിരിച്ചടിയായി മാറുന്ന പിണറായി വിജയനെയാണ് കേരളം കണ്ടത്. സ്വന്തം പാർട്ടിയിൽ നിന്നും വിമർശനങ്ങൾ തുടരെ വരുന്ന സ്ഥിതി ഉണ്ടായി. താൻ വളർത്തി വലുതാക്കി വരും ഒപ്പം നിന്നവരും മുഖത്ത് നോക്കി വിമർശനത്തിന്റെ കടുത്ത വാക്കുകൾ തൊടുത്തപ്പോൾ പിണറായി വിജയന്റെ പഴയ വീര്യമെല്ലാം അസ്തമിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് പിണറായി വിജയന്റെ മേൽ അതിശക്തമായ എതിർ സ്വരങ്ങൾക്ക് കാരണമായത്. തെരഞ്ഞെടുപ്പിൽ CPMും ഇടതുപക്ഷ മുന്നണിയും കടുത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർ വരെ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി വിമർശനത്തിന്റെ അമ്പെയ്തു. കേരളത്തിന്റെ സമീപകാല രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ കൂട്ടുകെട്ട് കണ്ണൂരിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ ശക്തിയുടെ ചരിത്രമായിരുന്നു. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയ 3 ജയരാജന്മാരും പിണറായി വിജയൻ എന്ന ശക്തി കേന്ദ്രവും ഒരുമിച്ച് നിന്നതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുക്കാൻ കണ്ണൂർ കേന്ദ്രീകരിക്കുന്ന സ്ഥിതി വന്നു. എന്നാൽ കണ്ണൂർ കമ്മ്യൂണിസത്തിന്റെ നടത്തിപ്പുകാരിൽ ഉയരത്തിൽ നിന്ന് ജയരാജന്മാർ ഓരോരുത്തരായി പിണറായിയെ തള്ളി പറയുന്ന സ്ഥിതിയിലേക്ക് മാറി. പതിവ് പോലെ എല്ലാറ്റിനെയും നേരിടുവാനും ശത്രുവിനെ ഒതുക്കുവാനുമുള്ള ശ്രമം പിണറായി നടത്തിയെങ്കിലും പലതും വിജയിച്ചില്ല. അധികാരത്തിന്റെ 4 കെട്ടുകൾക്കുള്ളിൽ നിന്നും പുറത്താക്കപ്പെട്ട 3 ജയരാജന്മാരും സ്വന്തം താല്പര്യങ്ങൾക്കു വേണ്ടി മാത്രം നിലനിൽക്കുന്ന സ്ഥിതി വന്നു. ഇതിന് പുറമെയാണ് പിണറായി വിജയന് ആരോഗ്യപരമായ കാരണങ്ങളും ഉണ്ടായത്. വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലും മറ്റും പോകേണ്ട സ്ഥിതി വന്നു. എങ്കിലും ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ ശത്രുക്കളായി മാറിയ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ നിരന്തരം തള്ളിപ്പറയുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് നീങ്ങുന്നു എങ്കിലും മനസ്സിൽ മുഖ്യമന്ത്രി പദം അടക്കമുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കണം എന്ന ആലോചന നിറഞ്ഞു നിൽക്കുകയാണ്. ഇടതുമുന്നണിക്കുണ്ടായ കനത്ത തോൽവിയുടെ കാരണം പിണറായി വിജയന്റെ ധിക്കാരവും ധാർഷ്ട്യവുമാണെന്ന് മുന്നണിയിലെ തന്നെ ഘടക കക്ഷികൾ തുറന്നു പറയുന്ന സ്ഥിതി വരെയുണ്ടായി. മുഖ്യമന്ത്രി മാറിയാൽ മാത്രമേ ജനങ്ങൾ മുന്നണിയെ അംഗീകരിക്കൂ എന്നതും പറഞ്ഞു തുടങ്ങിയത് പിണറായിക്ക് ക്ഷീണമുണ്ടാക്കി. ഇതിനു പുറമെയാണ് സ്വന്തം പാർട്ടിയിൽ ഒപ്പം നിന്ന് ന്യായീകരിക്കാൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോ യോഗവും ഡൽഹിയിൽ നടന്നിരുന്നു. ഈ 2 കമ്മിറ്റികളും ചർച്ച നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം CPMന്റെ ആകെയുള്ള ഭരണ സംസ്ഥാനമായ കേരളത്തിലുണ്ടായ തിരിച്ചടി തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകളും പ്രവർത്തന രീതികളും ജനങ്ങളിൽ അനിഷ്ടം ഉണ്ടാക്കുകയും ജനങ്ങൾ പാർട്ടിയിൽ നിന്നും അകലുകയും ചെയ്തു എന്ന വിലയിരുത്തൽ ഈ യോഗങ്ങളിലുണ്ടായി. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ നേരിട്ടെത്തി മുന്നണിയെയും പാർട്ടിയെയും ജനകീയമാക്കി മാറ്റുന്നതിന് വേണ്ട ചർച്ച നടത്താൻ ഈ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സീതാറാം യെച്ചൂരി തിരുവനന്തപുരത്ത് അടുത്ത ദിവസം എത്തുന്നുമുണ്ട്. താൻ വേണമെങ്കിൽ മുഖ്യമന്ത്രി പദം ഒഴിയാൻ തയ്യാറാണ് എന്ന പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ പിണറായി വിജയൻ അറിയിച്ചതായിട്ടുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. താൻ സ്ഥാനം ഒഴിഞ്ഞാൽ പകരക്കാരനായി വരുന്ന ആളിനെ കണ്ടെത്തുക എന്നത് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ തലവേദന തന്നെയാണ്. പാർട്ടി നേതൃത്വത്തിൽ അധികാര പദവികളിലേക്ക് എപ്പോഴും കണ്ണൂരിൽ കണ്ണുവെക്കുന്ന പിണറായിക്ക് ഇപ്പോൾ കണ്ണൂരിൽ ഇഷ്ടക്കാരനായി ഒരാൾ പോലും ഇല്ലാതായി എന്നതാണ് വസ്തുത. നിലവിൽ പാർലമെന്ററി പദവികളില്ലാത്ത എ ബാലൻ, അതുപോലെ തന്നെ മുൻ മന്ത്രി എ ബേബി എന്നിവരുടെ പേരുകൾ തലസ്ഥാനത്ത് നടക്കുന്ന സീതാറാം യെച്ചൂരിയുടെ ചർച്ചകളിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. എ ബാലൻ അടുത്ത കാലത്തായി പിണറായി വിജയനുമായി വലിയ അടുപ്പം ഉണ്ടാക്കിയെടുത്ത CPMന്റെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ബാലന്റെ കാര്യത്തിൽ പിണറായി വിജയൻ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ തിരികെ എത്താൻ വളരെ താല്പര്യം കാണിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എ ബേബി. എന്നാൽ ബേബിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമേറെയാണ്.
ഇതിനിടയിൽ CPM-ലെ ഏറ്റവും മുതിർന്ന നേതാവും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചിട്ടുള്ള മലയാളിയായ S. രാമചന്ദ്രൻ പിള്ളയെ കേരള മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ ചെറിയ ആലോചന നടന്നതായിട്ടും അറിയുന്നുണ്ട്. SRP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാമചന്ദ്രൻ പിള്ള കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് കുറച്ചു കാലം മുമ്പ് വലിയ താല്പര്യം എടുത്തിരുന്ന ആളാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന ഷാഫി പറമ്പിൽ, മന്ത്രി രാധാകൃഷ്ണൻ എന്നിവരുടെ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് 6 മാസത്തിനിടയിൽ ഉണ്ടാകും. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിയുന്നു എങ്കിൽ നിലവിൽ MLA അല്ലാത്ത ഏതെങ്കിലും നേതാവാണ് മുഖ്യമന്ത്രിയായി പകരം വരുന്നതെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അവസരത്തിൽ അവർക്ക് മത്സരിക്കുവാനും അസംബ്ലിയിൽ എത്തുവാനും കഴിയുന്ന സാഹചര്യവും ഉണ്ടാകും. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് എത്തുന്ന CPM ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കടുത്ത പരാജയത്തിന് കാരണങ്ങൾ കണ്ടെത്തലും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കലും മാത്രമാണ്. CPM-ന്റെ മുതിർന്ന പല നേതാക്കളും പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയിൽ എതിർപ്പുമായി വന്നിട്ടുണ്ട്. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ CPI പരസ്യമായി തന്നെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റുക എന്ന നിർദ്ദേശത്തിലേക്ക് സീതാറാം യെച്ചൂരിക്ക് എത്തേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എതിർപ്പുകളും വിമർശനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ വലിയ ഗൗരവമുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ നിലവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുടെ അവസ്ഥ കൂടി പരിഗണിച്ചായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും കേരള ചരിത്രത്തിൽ ആദ്യമായി വിമർശനങ്ങളുടെ പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരിക എന്ന അത്ഭുതമായിരിക്കും പിണറായി വിജയൻ രാജിവെക്കുന്നു എങ്കിൽ സംഭവിക്കുക. നന്ദി, നമസ്കാരം.